പാലും ബൂസ്റ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പം നമ്മുടെ ഈ പുഡിങ്ങിന് മെയിനായിട്ട് വേണ്ടത് പാലാണ്. ഞാനൊരു 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 250 ml കപ്പിന് 2 കപ്പ് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. എടുത്തിരിക്കുന്ന പാല് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ പാൻ എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാനൊക്കെ എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ 5 രൂപയുടെ പാക്കറ്റിൽ കിട്ടുന്ന ബൂസ്റ്റ് ഉണ്ടല്ലോ, അതൊരു 2 എണ്ണം ചേർത്ത് കൊടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ മധുരത്തിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് വേണമെന്ന് നിർബന്ധമല്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ചും കൂടി കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിവാക്കാം, 1/2 കപ്പ് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നും കൂടി കുറുകി കട്ടിയായിട്ട് വരാനായിട്ട് ഒരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈന ഗ്രാസോ അഗർ അഗർ പൗഡറോ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചൈന ഗ്രാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ചൂടുവെള്ളത്തിൽ ഒന്നും കൂടി നന്നായിട്ട് മെൽറ്റാക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അൺസോൾട്ടഡ് ബട്ടർ കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി കട്ടകളൊക്കെ ശരിക്കും കളഞ്ഞതിന് ശേഷം നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിക്സായിട്ട് എല്ലാം കൂടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇതേപോലെ മിക്സാക്കി നല്ലോണം തന്നെ ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ മതി. നമ്മളിങ്ങനെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് നേരം ഒന്നും കൂടി തിളപ്പിക്കേണ്ടി വരും. ആ സമയത്ത് ചൈന ഗ്രാസോ അഗർ അഗർ പൗഡറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളും. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ശരിക്കും ഒന്നും കൂടി കുറുകി കട്ടിയായിട്ട് വരുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അതുവരെ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് ശരിക്കും നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കട്ടകളൊന്നും വരാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. കണ്ടതാ, ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരും. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ തന്നെ എടുത്തത്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിളച്ച് പുറത്തേക്കൊക്കെ പോകും. കണ്ടതാ, ഒന്നും കൂടി ഒന്ന് കുറുകി ശരിക്കും ഒന്നും കൂടി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും പതുക്കെ ഒന്നും കൂടി വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ട്രേയിൽ കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പറ്റി കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് അങ്ങ് മാറ്റി കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ എല്ലാ സൈഡിലേക്കും ഒന്നാക്കി കൊടുക്കുക. അതിനുശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലോണം തന്നെ തണുത്ത് ശരിക്കും ഒന്നും കൂടി സെറ്റായി ഒന്ന് പതുക്കെ കട്ടിയായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ പാലും ബൂസ്റ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഈസി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. ഇനിയിപ്പോൾ തണുത്ത് നല്ലതായിട്ട് സെറ്റായിട്ട് വരുമ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ട് ഒന്നും കൂടി തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുഡിങ്ങൊക്കെ ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ ബൂസ്റ്റ് ഒരു അരിപ്പയിലൂടെ എല്ലാ ഭാഗത്തേക്കും കൂടി ഒന്നും കൂടി സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. കുട്ടീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാത്രം കാലിയാക്കി തന്നോളൂ കേട്ടോ. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. കണ്ടതാ, ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.